യോനാഥൻ എന്ന് പറയുന്നത് ശൗലിന്റെ പുത്രനാണ്. ആരുടെ പുത്രനാ? ഈ അപ്പൻ ദൈവത്തെ തെള്ളിക്കളഞ്ഞവനാണെന്നും ദൈവകോപത്തിനായി ദൈവം മാറ്റിവെച്ചിരിക്കുന്നു എന്ന തിരിച്ചറിവുള്ള യോനാഥൻ. പ്രൈസ് ഗാഡ്, ആമേൻ. അപ്പന്റെ കൂടെ ഇപ്പം ദൈവമില്ല, ഇപ്പോൾ ഉള്ളത് ആരുടെ കൂടെ? ദാവീദിനൂടെ ദൈവം. ഈ തിരിച്ചറിവ് ആർക്കുണ്ടായി? യോനാഥനുണ്ടായി. പ്രൈസ് ഗാഡ്. അതുകൊണ്ടാണ് ദാവീദിനെ കൊല്ലാനായി അപ്പൻ രഹസ്യമായി പ്ലാൻ ചെയ്യുന്നതെല്ലാം യോനാഥൻ അറിഞ്ഞിട്ട് ഓടി ചെന്ന് ദാവീദിനോട് പറഞ്ഞു കൊടുക്കും, രക്ഷപ്പെട്ടോ സഹോദര, രക്ഷപ്പെട്ടോ, രക്ഷപ്പെട്ടോ, രക്ഷപ്പെട്ടോ. അപ്പൻ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിടികിട്ടിയ പറഞ്ഞത്. ഹല്ലേലൂയ. എന്നാൽ എന്താ സംഭവിച്ചത്? സ്തോത്രം. ഇവിടെ ചെന്ന് പദ്ധതികളൊക്കെ പറഞ്ഞു കൊടുക്കും, എന്നിട്ട് നേരെ തിരിച്ച് അപ്പൻ്റെ കൂടെ പറ്റി നിൽക്കും. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അപ്പൻ്റെ കൂടെ പറ്റി നിൽക്കും. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ഒരിക്കലൊരു യുദ്ധം വന്നു. ഒരിക്കൽ യുദ്ധം വന്നപ്പോൾ അപ്പൻ്റെ കൂടെ യുദ്ധകളത്തിൽ പോകേണ്ട വന്ന് യോനാഥന. അവിടെ വെച്ച് അപ്പനും മകനും ശത്രുക്കളുടെ കയ്യിൽ മരിച്ചു വീഴുകയാണ്. ഇന്ന് പകൽ ഞാൻ ആത്മാർത്ഥമായി ഉള്ളിൽ നിന്ന് പറയാം, സ്തോത്രം. നീ വിടേണ്ടത് ചിലത് വിട്ടില്ലെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങൾ കാണാനോ അനുഭവിക്കാനോ സാധിക്കത്തില്ല.